ആഭ ധ്യാന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഷെക്കൈന മിനിസ്ട്രി നടത്തുന്ന മഹത്വത്തിൻ സാന്നിധ്യം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഷാലോം ടി വിയിലെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ചരിത്ര സത്യം. അതുകൊണ്ട് തന്നെ ആദിമസഭയിൽ ക്രൈസ്തവ വിശ്വാസികളെ വിളിച്ചിരുന്ന ഒരു പേരാണ് അവർ ഈസ്റ്റർ ജനതയായി. ദേ ആർ എൻ ഈസ്റ്റർ പീപ്പിൾ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളോടും എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്, വിശ്വാസത്തിൽ നമുക്കേവർക്കും ഈസ്റ്റർ ജനതയാകാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാകുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ് എന്ന പേരിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഇതിവൃത്തം ഇപ്രകാരമാണ്: വലിയ ഒരു ഗവേഷകൻ ജെറൂസലമിൽ പോയി വലിയ കണ്ടുപിടുത്തം നടത്തുകയാണ്. കർത്താവിൻ്റെ മൃതദേഹം സംസ്കരിച്ച ഖബറിടം കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും അദ്ദേഹം നിരത്തിവെക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതാ ഞാൻ തെളിയിച്ചിരിക്കുന്നു, യേശു ഖബറടക്കം ചെയ്യപ്പെട്ടത് ഈ ഖബറിടത്തിലാണ്, അദ്ദേഹത്തിന്റെ ശരീരം തന്നെയാണിത്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ലോകം ഞെട്ടി. ഇതുവരെ വിശ്വസിച്ചിരുന്ന എല്ലാ മനുഷ്യരും ഇതാ പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ വിശ്വസിക്കുന്നത്? അധികം താമസിയാതെ സന്യാസ ഭവനങ്ങളൊക്കെ കാലിയാകാൻ തുടങ്ങി. കാരണം ഇതുവരെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇനി മരണത്തോടുകൂടി എല്ലാം തീരും, മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല. പാവപ്പെട്ടവരെ സഹായിച്ചിരുന്ന, അനാഥാലയങ്ങളെ സഹായിച്ചിരുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെയ്തത് ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷയായിട്ടാണ്, ആത്മീയ ശുശ്രൂഷയായിട്ടാണ് ഈ പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചത്. ഇനി അതിനർത്ഥമില്ല, ഒരു ജീവിതമേ ഉള്ളൂ, 6 അടി മണ്ണിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് സുഖിക്കുക, ജീവിക്കുക. ഇന്ന് നീ മരിക്കും. പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, 32-ാമത്തെ വാക്യത്തിൽ: മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം, എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. ചർവാകന്മാർ ഇത് തന്നെയാ പറഞ്ഞത്, തിന്നുക, കുടിക്കുക, സുഖിക്കുക, നാളെ നീ മരിക്കും. എപ്പിക്കൂര്യന്മാർ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ലോകം മുഴുവൻ കലുഷിതമാകുകയാണ്. ഉടനെ തന്നെ ലോകത്തില് പിടിച്ചടക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം. എല്ലാവരെയും കൊല്ലുന്നു, പിടിച്ചടക്കുന്നു, ആത്മഹത്യകൾ വളരുന്നു, എല്ലാവരും സുഖിക്കുന്നു. ഒരു ജീവിതമേ ഉള്ളൂ. സഹനത്തിന് അർത്ഥമില്ല, കുരിശിന് അർത്ഥമില്ല, മരണത്തോടുകൂടി എല്ലാം തീരും. ലോകം മുഴുവൻ ഒരു ശാപഭൂമിയായി മാറി. വർഷങ്ങൾ കഴിഞ്ഞു, പ്രതീക്ഷയില്ലാത്ത മനുഷ്യൻ. ഈ ശാസ്ത്രജ്ഞൻ അവസാനമായപ്പോൾ വീണ്ടും പത്രസമ്മേളനം വിളിച്ചു പറയുകയാണ്, ലോകം ഇതാ നശിക്കുന്നു. ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് വലിയൊരു നുണയാണ്. വാസ്തവത്തിൽ ഞാൻ മറ്റൊരാളുടെ വളരെ പഴക്കം ചെന്ന ഒരു ഭൗതിക അവശിഷ്ടം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച് നിങ്ങളെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുകയായിരുന്നു. വാസ്തവത്തിൽ സുവിശേഷത്തിൽ പറയുന്നത് പോലെ യേശുവിന്റെ കല്ലറ ശൂന്യമാണ്.
അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഷീൻ പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ഓഫ് ദി എർത്ത്. ഈ കല്ലറയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയ്ക്ക് ഇടം തുറക്കുന്ന വലിയ മുറിവ്, പ്രത്യാശയുടെ വെളിച്ചം പകരുന്ന ദ്വാരം. ഈ ക്രിസ്തുവിന്റെ മരണമാണ്, മരണത്തെ തോൽപ്പിച്ച ഉത്ഥാനമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്താണ് ഈ ഉയർപ്പ് തിരുനാൾ? യേശു എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് മത്തായി സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തന്നെ തന്നെ സമർപ്പിക്കുവാനുമാണ് വന്നിരിക്കുന്നതെന്ന്. പഴയ നിയമ കാലഘട്ടത്തില് ഒരുപാട് അടിമകളുണ്ടായിരുന്നു. യേശുവിന്റെ കാലഘട്ടത്തിൽ ഈ അടിമകളെ മോചിപ്പിക്കാൻ ചെയ്തിരുന്നത് മറ്റൊരു വ്യക്തി സ്വജീവൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ ഹോമിക്കുക. ഇങ്ങനെയാണ് അടിമകളെ മോചിപ്പിച്ചിരുന്നത്. പഴയ നിയമ ദർശനത്തിൽ, ബൈബിൾ ദർശനത്തിൽ തന്നെ രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ജീവനുണ്ട്, ജീവൻ കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു നല്ല ഇടയനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അതുപോലെ യേശു പറയുകയാണ്, ഞാൻ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ അർപ്പിക്കുകയാണ്. ഈസ്റ്ററിന്റെ അവസരത്തില് ഈ യേശുവിന്റെ ജീവിതത്തെ, മരണത്തെ തോൽപ്പിച്ച ഉത്ഥാനത്തെ, പുതുജീവനെ സൂചിപ്പിക്കുവാൻ വേണ്ടി പല അടയാളങ്ങളും നമ്മൾ കാണിക്കാറുണ്ട്. പള്ളിയിലാണെങ്കിൽ പണ്ടൊക്കെ എടനയില വെതറും. ഇല വെതറുന്നത് ഒരു പുതുജീവനെ സൂചിപ്പിക്കാനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പുത്തൻ തീ എന്ന് പറഞ്ഞ് തിരി കത്തിച്ച് ഇതാ ഒരു പുതിയ പ്രകാശം വന്നിരിക്കുന്നു. യൂറോപ്പിലാണെങ്കിൽ ഈസ്റ്റർ മുട്ട വിതരണം ചെയ്യും. മുട്ടയിൽ ജീവനുണ്ട്. ഇതാ തോട് പൊളിച്ചു കളഞ്ഞ് കോഴിക്കുഞ്ഞ് വരുന്ന പോലെ ഇതാ ഒരു പുതുജീവൻ ഉണ്ടാകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ കേന്ദ്രവാക്യമാണ്. അത് യേശുവിന്റെ ജീവിതത്തെ, ക്രൈസ്തവ ജീവിതത്തെ മുഴുവൻ സൂചിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഉപമയാണ്. യേശു പറഞ്ഞു, മനുഷ്യ ജീവിതം കോതമ്പ് മണിയെ പോലെയാണ്. കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കുന്നു, അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു, പുതുജീവനെടുത്ത്. ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. മരണത്തിന് ശേഷം നിത്യജീവനുണ്ട് എന്നുള്ള സന്ദേശമാണ് യേശു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിരാശയുടേതല്ല, പ്രത്യാശയുടെ, പുതുജീവന്റെ, പ്രതീക്ഷയുടെ തിരുനാളാണ്. ഈ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഒരാൾക്കും നിരാശനായിരിക്കാൻ പറ്റില്ല. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ നിരാശയുണ്ടെങ്കിൽ ഈസ്റ്ററിന്റെ സന്ദേശം നിങ്ങൾ ശ്രവിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 2 ശിഷ്യന്മാരുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ചത് യേശു ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്ന യഥാർത്ഥ രക്ഷകനാണ്. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ, അതേ അനോയിന്റഡ് വൺ. എന്നാൽ അവർക്ക് മനസ്സിലായത് എന്താണ്? ഇതാ അവരുടെ പ്രതീക്ഷയായ യേശുവിനെ യഹൂദ നേതാക്കന്മാർ പിടിക്കുന്നു, വിധിക്കുന്നു, കുരിശുമരണത്തിന് വിധിച്ചു. അവസാനം കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യേ തൂങ്ങി മരിക്കുന്നു, കബറടക്കുന്നു. യേശു പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ, നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി സംഭരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലമിൽ വസിക്കണം. യേശു 3 പ്രാവശ്യം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. മത്തായി സുവിശേഷം 16, 17, 20 അധ്യായങ്ങളിൽ എനിക്ക് പോകേണ്ടത് ജെറൂസലമിലാണ്, അവിടെ ചെന്നു കഴിഞ്ഞാൽ പീഡകൾ സഹിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഈ ശിഷ്യന്മാർ ജെറൂസലമിൽ നിന്നില്ല. ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ 2 ശിഷ്യന്മാർ ഉന്നത മലയായിട്ടുള്ള ജെറൂസലമിൽ അവിടെ വസിക്കാതെ, യേശുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് അവർ എമ്മാവുസിലേക്ക് പോവുകയാണ്. ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാത്ത, ശരിക്കും വിശ്വാസമില്ലാത്ത മനുഷ്യര് ഈ 2 ശിഷ്യന്മാരെ പോലെയാണ്. യേശു മുൻകൂട്ടി പറഞ്ഞത് വിശ്വസിക്കാനാവില്ല.
കുറച്ച് രോഗം വരുമ്പോൾ, സഹനം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ അവരൊക്കെ ഈ എമ്മാവു ശിഷ്യന്മാരെ പോലെ പറഞ്ഞത് വിശ്വസിക്കാനാവില്ല. ഉയർപ്പ് ഞായറാഴ്ച രാവിലെ ഏതാനും സ്ത്രീകൾ അവിടെ പറഞ്ഞു, ദേ പറഞ്ഞതുപോലെ, മുൻകൂട്ടി പ്രവചിച്ച പോലെ യേശു ഉയർത്തെഴുന്നേറ്റു. അതും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രതീക്ഷയുടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റാതെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടേക്ക്? എമ്മാവുസിലേക്ക്. പകലാണ് അവർ പോയത്. എന്നാൽ യേശു ഒരാളെയും തള്ളിക്കളയില്ല. ഇങ്ങനെ സ്വന്തം വഴിക്ക് പോകുന്ന ആ ശിഷ്യന്മാരുടെ കൂടെ യേശു നടക്കുകയാണ്. വഴിയിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം. അപ്പോൾ ചോദിക്കുകയാണ്, മനസ്സിലായില്ലേ? ജെറൂസലമിൽ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് തന്നെ. ഇതാ വലിയൊരു പ്രവാചകൻ ജനിച്ചു, അവനായിരിക്കും രക്ഷകൻ എന്ന് വിചാരിച്ചു, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചു, അവരുടെ കൂടെ നടന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അവൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, മരിച്ചു, കബറടക്കപ്പെട്ടു. ഇപ്പോൾ പറയുന്നു ഉയർത്തെഴുന്നേറ്റു എന്ന്. യേശു അവരെ വിളിച്ച ഒരു പേരുണ്ട്. വിശ്വാസം ത്യജിച്ച് സ്വന്തം പദ്ധതികളുമായി നിരാശയിലൂടെ നടന്നു പോകുന്ന മനുഷ്യരെ യേശു വിളിച്ചത് ഈ എമ്മാവു ശിഷ്യന്മാരെ വിളിച്ച പോലെയാ. എന്താണ്? ഭോഷന്മാരെ എന്ന്, ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന്. ദൈവത്തിന്റെ വചനങ്ങൾ, തിരുവചനങ്ങൾ വിശ്വസിക്കാതെ പോയ ആ എമ്മാവു ശിഷ്യന്മാരെ പോലെ നമ്മളും പലപ്പോഴും ഹൃദയം മന്ദീഭവിച്ചവരാണ്. യേശു കൂടെ നടന്നു, വചനം പങ്കുവെച്ചു, അവരോട് പഴയ നിയമങ്ങളെല്ലാം, പഴയ നിയമ പ്രവചനങ്ങളെല്ലാം പറഞ്ഞു. യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരുഭൂമിയിൽ മോശ പിത്തള സർപ്പത്ത് ഉയർത്തിയതുപോലെ താനും ഉയർത്തപ്പെടണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും യേശു ഇങ്ങനെ ഉയർത്തപ്പെടണം. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ലോകത്തെ മുഴുവൻ ആകർഷിക്കും. കുരിശുമരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതൊക്കെ വ്യാഖ്യാനിച്ചു പോയി. എന്നിട്ടും ഈ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. ഇന്നും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം, യേശുവിന്റെ ഉത്ഥാനത്തെ വിശ്വസിക്കാത്ത ഒരുപാട് മനുഷ്യരെ പോലെ തന്നെയാണ് അവര്. രാത്രിയാകാറായി, യേശു മുന്നോട്ട് പോകുന്നതായി, വീണ്ടും അകന്നു പോകുന്നതായി അവർക്ക് തോന്നി. അവർ പറഞ്ഞു, നാഥ ഞങ്ങളോടൊപ്പം വസിക്കണമേ. ഈസ്റ്ററിന്റെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ പ്രതീക്ഷയും ലഭിക്കണമെങ്കിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എമ്മാവു ശിഷ്യന്മാരെ പോലെ നിങ്ങളും ഞാനും പറയണം, യേശുവേ, ദൈവമേ, ഞങ്ങളോടൊപ്പം വസിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ, യാചനയുണ്ടെങ്കിൽ യേശു കൂടെ വസിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരി യേശുവിനോട് പറഞ്ഞു, ഞങ്ങളോടൊപ്പം വസിക്കണമേ. 2 ദിവസമേ വസിച്ചുള്ളൂ. അവർ യേശു വിശ്വസിച്ചു. ഈ എമ്മാവു ശിഷ്യന്മാരുടെ കൂടെ യേശുവിനോട് വസിക്കാൻ പറഞ്ഞു. യേശു ആ രാത്രിയിൽ താമസിച്ചു. യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർക്ക് കാഴ്ച ലഭിച്ചു, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ ഇന്നും നമുക്ക് യേശു തന്നെ തന്നെ വിഭജിച്ച് തരുന്നുണ്ട്. പെസഹ വ്യാഴാഴ്ച നടന്നത് അത് തന്നെയാണ്. ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. യേശു നമുക്ക് തന്നെ തന്നെ മുറിച്ചു തരുന്നുണ്ട്. വചനത്തിന്റെ രൂപത്തിൽ, അപ്പത്തിന്റെ രൂപത്തിൽ, കൂട്ടായ്മയുടെ രൂപത്തിൽ, പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വഴി യേശു തന്നെ തന്നെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഉൾക്കാഴ്ച കിട്ടണം, യേശു വിശ്വസിക്കണം. അവർക്ക് കാഴ്ച ലഭിച്ചു. ഉടനെ മനസ്സിലായി, ഞങ്ങൾ യേശു പറഞ്ഞ വചനങ്ങൾ വിശ്വസിച്ചില്ല. ബൈബിൾ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തില്, അവർ അവന് തിരിച്ചറിഞ്ഞെങ്കിലും യേശു അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അവർക്ക് പിന്നെ യേശുവിനെ മനുഷ്യരൂപത്തിൽ വേണ്ട, അപ്പത്തിന്റെ രൂപത്തിൽ, വചനത്തിന്റെ രൂപത്തിലുള്ള യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. അവർ തിരികെ പോയി. രാത്രിയായിട്ടാണ് തിരിച്ചു പോയത്. പകൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പം മുറിച്ചപ്പോൾ, വചനം പങ്കുവെച്ചപ്പോൾ അവർക്ക് ഉൾക്കാഴ്ചയുണ്ടായി. അവർ സ്വയം പ്രകാശമായി. അവർ തിരിച്ച് ജെറൂസലേമിലേക്ക് പോയി. കൂട്ടായ്മയിൽ, പത്രോസിന്റെയും ശിഷ്യന്മാരുടെയും കൂട്ടായ്മയിലെത്തി, സഭാ കൂട്ടായ്മയിലെത്തി. ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം ഈ സഭാ കൂട്ടായ്മയിലേക്ക് വരണമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് എന്താണ്? യേശു ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാ, യേശു
നമ്മളോട് കൂടെ ഇന്നും വസിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായം, അവസാനത്തെ വാക്യം. ഈ യേശുവിനെ കണ്ടെത്താൻ, ഇന്ന് യേശുവിനെ കണ്ടെത്താനുള്ള മാർഗവും അവിടുന്ന് പറഞ്ഞു തന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ വാക്യത്തിൽ കാണുന്ന പോലെ ആത്മാവും ജീവനുമായ യേശുവിന്റെ വചനത്തിൽ നാം വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും യേശുവിനെ കണ്ടെത്താനാകും. ഇന്നത്തെ മനുഷ്യനും ഈ എമ്മാവ് ശിഷ്യന്മാരെ പോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പ്രതീക്ഷയില്ലാത്തവരാണ്. എന്തിനാ ജീവിക്കുന്നേ എന്നറിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർവാകന്മാരെ പോലെ തിന്നുക, സൂഹിക്കുക, നാളെ നീ മരിക്കും. മൃഗത്തെ പോലെയാണ് മനുഷ്യൻ. മൃഗങ്ങൾക്ക് എങ്ങനെയാണ്? മൃഗതൃഷ്ണ, അവന് തിന്നണം, കുടിക്കണം, ഉറങ്ങണം, രമിക്കണം, അവ പിടിച്ചടക്കണം. ഇത് മാത്രമേ ഉള്ളൂ അവന്റെ ജീവിതത്തിൽ ലക്ഷ്യം. എന്നാൽ യേശു പറഞ്ഞു, മനുഷ്യൻ വെറും മൃഗമല്ല, ബുദ്ധിയുള്ള മൃഗം മാത്രമല്ല, അവൻ ആത്മാവുള്ള മൃഗമാണ്. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ 6 അടി മണ്ണോടുകൂടി തീരാനുള്ളതല്ല. യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ യേശു തന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 3 പ്രാവശ്യത്തെ പ്രവചനത്തിന്റെ സമാപനത്തിൽ യേശു പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും വരും. അപ്പൊ ശിഷ്യന്മാരാകെ പേടിച്ചു. യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട. എന്നെ ശ്രമിക്കുന്ന നിങ്ങളോടും ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ യേശു പറയുന്ന ഇതാണ്, ഭയപ്പെടേണ്ട. ഞാൻ പോകുന്നത് നല്ലതാണ്. പോയി കഴിഞ്ഞ് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ജീവിക്കുന്നത്? ചർവാകന്മാർ പറയും തിന്നുക, കുടിക്കുക. നിരീശ്വരവാദികൾ പറയും 6 അടി മണ്ണോടുകൂടി എല്ലാം തീരും, അതുകൊണ്ട് 6 അടി മണ്ണ് വരെ സുഖമായിട്ട് ജീവിക്കുക, മരിക്കുന്നത് വരെ, മരിക്കാനായി ജനിച്ചവൻ ഞാൻ. എന്നാ യേശു പറഞ്ഞു, നീ ജീവിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നീ ജീവിക്കുന്നത് എന്നോടൊപ്പമായിരിക്കാനാണ്. നമ്മുടെ പിതാവായ തോമസ് ലീഹ സംശയമുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടെ ഉടനെ ചോദിക്കും. തോമസ് ലീഹ പറഞ്ഞു, കർത്താവിനെ എവിടേക്കാ പോണെന്ന് അറിയില്ല, പിന്നെയാണ് വഴി അറിയുക. യേശു കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എന്താണ്? യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാം വാക്യം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തുകയില്ല. അല്ലയോ മനുഷ്യ, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നീ ജീവിക്കുന്നത് എന്തിനാ? പിതാവിന്റെ ഭവനത്തിൽ എത്താൻ. അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ വരും. ഞാനായിരിക്കുന്നിടത്ത് പിതാവിന്റെ ഭവനത്തിൽ നിങ്ങളുമായിരിക്കണം. അതിന്റെ സാക്ഷ്യമാണ്, ഉറപ്പാണ്, മുദ്രണമാണ് യേശുവിന്റെ ഉത്ഥാനം. മരണത്തെ തോൽപ്പിച്ചത് നമ്മെ പിതാവിന്റെ ഭവനത്തിലേക്ക് എത്തിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? യേശു പറഞ്ഞു, ഞാനാണ് മാർഗം. പണ്ട് കാലത്ത് മറ്റുള്ളവർ നമ്മുടെ പൂർവികർ വിളിച്ചിരുന്ന പേര് മാർഗവാസികൾ എന്നാ, അല്ലെങ്കിൽ മാർഗക്കാരെന്നാ. എന്താണ് മാർഗം? യേശുവാണ് മാർഗം. യേശുവിന്റെ മാർഗത്തിൽ വസിക്കുന്നവൻ മാർഗവാസി, യേശുവിന്റെ മാർഗത്തിൽ ചരിക്കുന്നവൻ മാർഗക്കാരൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ പറയാനുള്ളത്, ദയവ് ചെയ്ത് മാർഗക്കാരനാകുക, മാർഗവാസിയാകുക. യേശുവാകുന്ന മാർഗത്തിൽ വസിക്കുകയും ചരിക്കുകയും ചെയ്യുമ്പോൾ നാം എത്തിച്ചേരുന്നത് പിതാവിന്റെ ഭവനത്തിൽ. അതുകൊണ്ട് ഈസ്റ്റർ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുവോ, എപ്പോഴെല്ലാം പ്രത്യക്ഷപ്പെട്ടുവോ അപ്പോഴെല്ലാം പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട, ശരിയായ സമാധാനം ഇതാ ആശംസിക്കുന്നു. ഒരു പുതിയ ജീവിതം, കോതമ്പ് മണിയെപ്പോലെ ഇത് അഴിയുന്നത് ഒരു പുതിയ ജീവിതത്തിന്, സ്വർഗത്തിലേക്കുള്ള ജീവിതത്തിന്. ഇതാ അതിന്റെ അതുകൊണ്ടാണ് യേശു പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യേശുവിന്റെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്ന നിത്യജീവൻ. ഈ നിത്യജീവനിൽ എത്തിച്ചേരുന്നതിനുള്ള വലിയ സന്ദേശം
വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത, ജീവിതത്തിന്റെ പ്രത്യാശയുടെ തിരുനാൾ, സമാധാനത്തിന്റെ തിരുനാൾ, അത് വിജയത്തിന്റെ തിരുനാളാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മൾ ചിത്രീകരിക്കുന്നത് ഒരു വി എന്ന അടയാളത്തോടെയും കയ്യിൽ കൊടിയോടുമാണ്. ഇതാ വിജയ പതാക യേശു ഉയർത്തിയിരിക്കുകയാണ്. വിക്ടറി, ഇതാ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യേശു പറഞ്ഞു. ഇതിൽ വിട്ട് മരണത്തെ തോൽപ്പിച്ച്, മനുഷ്യന്റെ നിരാശയെ തോൽപ്പിച്ച്, മനുഷ്യന്റെ എല്ലാ അപകർഷതാബോധത്തെയും തോൽപ്പിച്ച് ഇതാ യേശു നമുക്ക് വലിയ സന്തോഷം, ജീവിത വിജയം തന്നിരിക്കുന്നു. ഭയപ്പെടേണ്ട. യേശുവിൽ വിശ്വസിച്ചാൽ, മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് യേശുവിൽ വിശ്വസിച്ചാൽ ഒരു മനുഷ്യനും ജീവിതത്തിൽ നിരാശപ്പെടാനാവില്ല. എത്ര കുരിശ് വന്നോട്ടെ, എത്ര രോഗം വന്നോളട്ടെ, എത്ര നിരാശ വന്നോട്ടെ, എത്ര നഷ്ടബോധം വന്നോട്ടെ, യേശു പറഞ്ഞു, മത്തായി സുവിശേഷത്തിൽ 16:24 വായിക്കുന്ന പോലെ, നിങ്ങൾ എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, എന്റെ പിന്നാലെ വരിക. പക്ഷെ യേശു പറയുകയാണ്, അത് വിജയത്തിലേക്കാണ്, നിത്യജീവനിലേക്കാണ്, ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കാണ്. അല്ലയോ മനുഷ്യ, നീ എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈസ്റ്റർ. നാം എല്ലാവരും മരണത്തെ തോൽപ്പിച്ച് പിതാവിന്റെ ഭവനത്തിൽ ഒരു ദിവസം എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള സന്ദേശമാണ് ഈസ്റ്റർ. നിങ്ങൾക്ക് പ്രത്യാശയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ജീവിത വിജയത്തിന്റെ, ഒരു പുനർജീവിതത്തിന്റെ, പാപത്തിന്റെ ജീവിതത്തിന് മരിച്ച് ദുഃഖവെള്ളി കഴിഞ്ഞ്, അന്ധകാരം കഴിഞ്ഞ് പ്രകാശപൂർണമായ ഒരു ഉയർപ്പ് ഞായർ ഇതാ വരുന്നതിന്റെ ആ പ്രകാശത്തിന്റെ തിരുനാൾ ആശംസകൾ ഞാൻ നേരുന്നു. ഏവർക്കും ഈസ്റ്റർ ആശംസകൾ, ഉയർപ്പ് തിരുനാളിന്റെ ആശംസകൾ. ഉത്ഥിതനായ യേശു നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം. ആരാധന, ആരാധന, മഹത്വപൂർണനായ കർത്താവ് തന്നെ ശൂന്യനാക്കി തിരുവോസ്തിരൂപനായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വലിയ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. കർത്താവിന്റെ പുനരുദ്ധാന ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും നിറയപ്പെടുവാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ മുൻപിലേക്ക് നമുക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം. പ്രിയ സഹോദര സഹോദരി, നിന്റെ ദുഃഖങ്ങളിലേക്ക്, നിന്റെ നൊമ്പരങ്ങളിലേക്ക്, നിന്റെ കുടുംബത്തിന്റെ ആകുലതകളിലേക്ക്, ഉത്കണ്ഠകളിലേക്ക് കർത്താവിനെ വിശ്വാസത്തോടെ വിളിക്ക്. ഇതാ യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ ജീവന്റെ സമൃദ്ധിയാൽ അനേകരെ കർത്താവ് ഈ ആരാധനയിൽ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. മക്കളെ, ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് ഇതാ സ്വർഗം വിട്ടിറങ്ങി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം. ഇത് അത്ഭുതത്തിന്റെ സമയം, വിടുതലിന്റെ സമയം, സൗഖ്യത്തിന്റെ സമയം. അനേകം ജീവിതങ്ങളിൽ ദൈവാനുഗ്രഹത്തിന്റെ അഭിഷേകം ഒഴുകപ്പെടുന്ന സമയം. സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക, വരിക, വരിക. ദൈവിക ജീവനായി ഞങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്
ഞങ്ങളിലേക്ക് വരണമേ. ക്രിസ്തുവിന്റെ ഉദ്ധാന ശക്തിയാ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ, സമൂഹങ്ങളെ നിറയ്ക്കണമേ, കൂട്ടായ്മകളെ നിറയ്ക്കണമേ. എല്ലാ ബന്ധന കെട്ടുകളും അഴിയട്ടെ. സാത്താന്റെ ആധിപത്യ അധികാര ശക്തികൾ ഛിന്ന ഭിന്നമാകട്ടെ. അഭിഷേകം ഒഴുകട്ടെ. ജീവൻ വെളിപ്പെടട്ടെ, ജീവൻ വെളിപ്പെടട്ടെ. ഉദ്ധാന ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.